മോഹൻലാലിന്റെ അഭിനയമികവ് ശരിക്കും ആസ്വദിക്കാവുന്ന ചിത്രമാണ് തുടരും. ഒരു ടാക്സി ഡ്രൈവറായ ഷൺമുഖന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. പറയുമ്പോൾ അവസാനത്തിൽ നിന്നും തുടങ്ങാം. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടരും എന്ന വാചകത്തിലാണ് തരുണമൂർത്തി സംവിധാനം ചെയ്ത തുടരും അവസാനിക്കുന്നത്. ഓരോ പ്രേക്ഷകനും മനസ്സിൽ ആഗ്രഹിച്ചത് ആ 2.5 മണിക്കൂറിനുള്ളിൽ ലഭിച്ചു കഴിഞ്ഞു. മോഹൻലാൽ എന്ന നടന പ്രതിഭയുടെ ശരിയായ ഉപയോഗമാണ് ചിത്രത്തിൽ പ്രേക്ഷകൻ അനുഭവമായി മാറുന്ന. ബെൻസ് എന്ന് നാട്ടുകാരും ഭാര്യയും എന്തിന് സ്വന്തം മക്കളും വിളിക്കുന്ന ഷൺമുഖന് റാന്നിക്കാരനായ ടാക്സി ഡ്രൈവറാണ്. തന്റെ പഴയ അംബാസഡർ കാറിനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ബെൻസ് കുടുംബത്തിനൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കാർ പോലീസ് സ്റ്റേഷനിലാകുന്നു. ഇവിടെ മുതലാണ് അപ്രതീക്ഷിതമായ വഴിയിലൂടെ ചിത്രം കടന്നുപോകുന്നത്. ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എന്തോ ഒളിപ്പിച്ചുവച്ചിട്ടുണ്ട് ചിത്രത്തിൽ എന്ന് പൊതുവിൽ വിലയിരുത്തലുകൾ വന്നതാണ്. അത് സർപ്രൈസിന്റെ ഒരു ഉരുൾപൊട്ടൽ പോലെയാണ് തിയേറ്റർ പ്രേക്ഷകൻ സിനിമ അനുഭവമായി വരുന്നത്. ഷൺമുഖന്റെ മുൻകാലം തൊട്ട് ഇതുവരെ ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും പുറത്തുവിടാതിരുന്ന കാസ്റ്റിംഗുകൾ വരെ ശരിക്കും അനുഭവമാകുന്നു. മോഹൻലാൽ അവതരിപ്പിക്കാത്തതായി മലയാളിക്ക് മുന്നിൽ ഒരു റോളും ബാക്കി കാണില്ല. എങ്കിലും അദ്ദേഹം എന്നും പുതുമ തരും. അത്തരത്തിൽ നൈസർഗിക അഭിനയത്തിന്റെ ആ പ്രതിഭാ വിലാസത്തെ ഏതുതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഒരു ഫിലിംമേക്കറുടെ വെല്ലുവിളി. തരുണമൂർത്തി തന്റെ 3ാമത്തെ ചിത്രത്തിൽ മോഹൻലാലിനെ പരമാവധി ഉപയോഗിച്ചിരിക്കുന്നു. വിന്റേജ് ലാലേട്ടൻ മോഡലിൽ നിന്നും ഇമോഷണൽ പീക്കിലേക്കും പിന്നീട് ചിലയിടത്ത് ഒജി ലാലേട്ടനായും ഒക്കെ പ്രേക്ഷകൻ കൈയടിക്കാനും ഒന്ന് ഇമോഷണലാകാനും ഒക്കെ അവസരം നൽകുന്നുണ്ട് തുടരും. കെ.ആർ. സുനിലുമായി ചേർന്ന് തരുണമൂർത്തി ഒരുക്കിയ സ്ഥിരതയുള്ള തിരക്കഥ ചിത്രത്തിന്റെ എലിവേഷനുകൾ കൃത്യമായി പ്രേക്ഷകനിൽ എത്തിക്കുന്നതാണ്. ചിത്രത്തിന്റെ തുടക്കത്തിലെ ഫാമിലി മൊമെന്റിൽ നിന്നും കത്തികയറി ചിത്രത്തിന്റെ വേഗത്തിനൊപ്പം സഞ്ചരിക്കുന്ന ജെക്സ് ബിജോയിയുടെ സംഗീതവും ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ശോഭന മോഹൻലാൽ കോംബോയുടെ രസകരമായ നിമിഷങ്ങൾ ചിത്രത്തിൽ ഉണ്ടെങ്കിലും അതിൽ മാത്രം തളച്ചിടുന്നില്ല സിനിമ. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായി ഉണ്ട്. ഇതിൽ പ്രകാശ് വർമ്മയുടെ റോൾ ശരിക്കും ചിത്രത്തിന് വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്നവർക്ക് വേണ്ട ഫുൾ പാക്ക് ചിത്രമാണ് തുടരും. ചിത്രത്തിന്റെ പ്രമോഷനിൽ സംവിധായകൻ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാഴാകുന്നില്ലെന്ന് ചിത്രം കണ്ടിറങ്ങുമ്പോൾ വ്യക്തമാണ്.